Hello students, welcome to class 10 ഹിന്ദി ക്ലാസ്. രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ബീർ ബഹൂട്ടി എന്ന പാഠഭാഗത്തെ അനുബന്ധമാക്കിക്കൊണ്ട് രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണിൽ എനേബിൾ ചെയ്യുക. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ചെയ്തു വെച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ്. ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സിന് വളരെ വിഷമമുണ്ടായി. സുരേന്ദ്ര മാസ്റ്റർജി ബേലയോടുള്ള പെരുമാറ്റം വളരെ വേദന അവൾക്കുണ്ടാക്കിച്ചു. മാട്ട് സാബ് ചാഹേ മുഛേ പീട്ട് ലേത്തെ. മാട്ട് സാബിന് വേണമെങ്കിൽ എന്നെ അടിച്ചോട്ടെ. മുഛേന്ന് പിരിച്ചു പറഞ്ഞേ മേം പ്ലസ് കോ. പീട്ട് ലേന, പീട്ട് കഴിഞ്ഞാൽ തല്ലുക, അടിക്കുക. മഗർ മീൻസ് ലേക്കിൻ സാഹിൽ കെ സാമനെ നഹീം. സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് വേണ്ടായിരുന്നു. മാട്ട് സാബിന് വേണമെങ്കിൽ, മാസ്റ്ററിന് വേണമെങ്കിൽ എന്നെ തല്ലിക്കോട്ടെ, പക്ഷേ സാഹിലിൻ്റെ മുമ്പിൽ വേണ്ടായിരുന്നു. മഗർ സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിത മഹസൂസ് കർ രഹി थी. അവൾ സാഹിലിൻ്റെ മുമ്പിൽ സ്വയം, ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം, ശർമിത മഹസൂസ് കർണ ലജ്ജിതയാവുക. ക്യോം കി എന്തെന്നാൽ അവൾ ജാൻതി ഥി കി, അവൾക്ക് അറിയാമായിരുന്നു, ജാന അറിയാമായിരുന്നു. എന്താണ്? അവൾ സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹെ. സാഹിൽ കി നസർ മേ, സാഹിലിൻ്റെ ദൃഷ്ടിയിൽ, ബഹുത്ത് അച്ചി ഹെ നല്ല കുട്ടിയാണ്, അച്ഛ നല്ലത്, ബഹുത്ത് അച്ചി ഹെ, അച്ചി എന്ന ശ്രീലിംഗ ശബ്ദം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സാഹിലിൻ്റെ ദൃഷ്ടിയിൽ അവൾ ഭയങ്കര നല്ല കുട്ടിയാണ് എന്ന് അവൾക്കറിയാമായിരുന്നു കൊണ്ട് സാഹിലിൻ്റെ മുമ്പിൽ അല്ലേ അവൾ ശരിക്കും ലജ്ജിതയായി. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി. അവൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഹുസൈൻ നസർ നഹിം മിലാപ്പായി, അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. നസർ നഹിം മിൽന എന്ന് പറഞ്ഞാൽ മുഖത്തേക്ക് നോക്കിയില്ല എന്നർത്ഥം. നസർ നഹിം മിലാപ്പായി, മുഖത്തേക്ക് നോക്കിയില്ല. അടുത്ത് വന്നിരുന്നിട്ട് മുഖത്തോട്ട് പോലും നോക്കിയില്ല. അടുത്ത ദീപാവലിയോം കി ചുട്ടിയോം കെ ബാദ്. ദീപാവലി അവധി ദിവസങ്ങൾക്ക് ശേഷം. ജബ് സ്കൂൾ ഖുലാത്തോ, സ്കൂൾ തുറന്നപ്പോൾ, സ്കൂൾ ഖുൽന സ്കൂൾ തുറക്കുക. അപ്പോൾ ബേലാക്കെ സിർ പർ സഫേദ് പട്ടി ബന്ധീതി. ബേലയുടെ തലയിൽ വെളുത്ത ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു. സഫേദ് പട്ടി ബന്ധീതി, ബന്ധന കെട്ടുക, വെളുത്ത ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു. കോയി ഉസേ ഹോയ് 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 സഫേദ് പട്ടി കഹ് രഹാ ഥാ. ക്ലാസ്സിലെ ചിലരൊക്കെ വെളുത്ത ബാൻഡേജുകാരി എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. കഹ് രഹാ ഥാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തോ കോയി സുൽത്താന ടാക്കു, കൊള്ളക്കാരുടെ രാജ്ഞി എന്ന് ചിലർ. തോ കോയി കുച്ച് അവർ കഹക്കർ, വേറെ ചിലർ വേറെ ചില ഭാഷകൾ പറഞ്ഞ് ചിഠാരഹാത, എന്താ ചിഠാന പരിഹസിക്കുക, ചിഠാരഹാത അവളെ പരിഹസിച്ചുകൊണ്ടിരുന്നു. ദീപാവലി കി ചുട്ടി, ചുട്ടി ശ്രീലിംഗ ശബ്ദം ആയതുകൊണ്ടാണ് കീ പ്രത്യേകം ഉപയോഗിച്ചിരിക്കുന്നത്. കെ ബാദ് ഒരു ശൈലിയാണ്, ശേഷം കേട്ടോ. ബേല കെ സിർപ്പർ, കെ എന്നുള്ള പ്രത്യേകം ചേർത്തിരിക്കുന്നു, ബേലയുടെ ശിരസ്, അതാണ്. അപ്പം നമുക്ക് ആ കാ കെ കി എന്ന പരസർഗ യുക്ത വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ പരീക്ഷയ്ക്ക് ഏപ്പാട് ചോദ്യങ്ങളുണ്ടാകും, അത് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അതാണ് അടുത്തത്. ഏ ക്യാ ഹോ ഗയാ ബേല. ബേല നിനക്ക് എന്താ പറ്റിയേ? ഷാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച. ഷാഹിൽ വളരെ പരിഭ്രമത്തോടു കൂടി ചോദിച്ചു. പരേശാൻ ഹോത്തെ ഹുയെ, പരിഭ്രമത്തോടു കൂടി ചോദിച്ചു. ഛത് സെ ഗിർ ഗയി, മച്ചിൽ നിന്ന് വീണതാണ്, ടെറസിൽ നിന്ന് വീണതാണെന്ന് പറയാം. ഛത്ത് സെ ഗിർ ഗയി, അവിടെ നിന്ന് വീണു. ഗയി എന്ന് ഉപയോഗിക്കണം എന്തുകൊണ്ടാണ്? ശ്രീലിംഗ ശബ്ദമാണ്. ആരാ വീണത്? ബേല അല്ലേ. അതേസമയം ബേലയുടെ സ്ഥാനത്ത് ബേല എന്നതിന് പകരം ഷാഹിലാണെങ്കിൽ ഗിർഗയ എന്നായിരിക്കും പറയണത് അല്ലേ. ബേലാനെ ഹസ്തേ ഹുയ കഹ, ബേല ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആവർ കഹ, പിന്നെ ചോദിച്ചു, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു. എന്താണ്? ബഹുത്ത് ദിൻ ഹോ ഗയേ ആജ് ഖേൽഖണ്ഡി മേ
ഗാന്ധി ചൗക്ക് മേ ലങ്കടി ഠാങ് ഖേലേങ്കെ. പറഞ്ഞേ കുറേ ദിവസങ്ങളായി. ഇന്നേ ഡ്രില്ല് പീരീഡിൽ, അതാണ് ഖേൽഖണ്ഡി മേം, ഖേൽഖണ്ഡി പറഞ്ഞാൽ ഡ്രില്ല് പീരീഡ്, ഖേൽഖണ്ഡി മേം ഡ്രില്ല് പീരീഡിൽ ഗാന്ധി ചൗക്ക് മേം ലങ്കടി ഠാങ് ഖേലേങ്കെ. ഗാന്ധി ചൗക്കിൽ പോയി, ഗാന്ധി പ്രതിമയ്ക്കുള്ള ആ പ്രദേശത്ത് പോയിട്ട് നമുക്ക് ഒറ്റക്കാലിൽ അല്ലേ ചാടി നടക്കാം, അല്ലെങ്കിൽ തൊങ്ങിക്കളിക്കാം എന്ന് പറയും. അതൊരു കളിയാണ്. ലങ്കടി ഠാങ് ഖേൽന ഒരു കളിയാണ്. ഒറ്റക്കാലിൽ ഇങ്ങനെ തൊങ്ങി കളിക്കുന്നൊരു കളിയുണ്ട്. ലങ്കടി ഠാങ് ഖേലേങ്കെ കളിക്കാം. നെഹിം ഖേലേങ്കെ വേണ്ട അങ്ങനെ കളിക്കണ്ട. തേരെ സിർസ് മേം ഫിർ സേ ലഗ് ജായേഗി. തോ നിൻ്റെ തലയിൽ വീണ്ടും മുറിവ് പറ്റിയാലോ? ആരാണ്? ഷാഹിൽ പറഞ്ഞു. നെഹിം ലഗേഗി, ഇല്ല അങ്ങനെയൊന്നും മുറിവ് പറ്റില്ല. ബേലാനെ ജിദ് കി, ബേല എന്ത് ചെയ്തു? ജിദ് കി, ശാഠ്യം പിടിച്ചു, കളിക്കണം എനിക്ക് എന്ന് പറഞ്ഞു. और वे हमेशा की तरह എല്ലായ്പ്പോഴും എന്നതുപോലെ തന്നെ, കീ തറങ്ങുന്ന പോലെ, സാരേ ബച്ചോം കെ സാത്ത് എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ, സാരേ ബച്ചോം കെ സാത്ത് എല്ലാ കുട്ടികളുടെയും കൂടെ, ഗാന്ധി ചൗക്ക് കി ബാലുമേം ഗാന്ധി ചൗക്കിലെ മണലിൽ, ബാലു എന്ന മണൽ, പൂരി ഖേൽഖണ്ഡി ആ ഡ്രില്ല് പീരീഡ് മുഴുവൻ, കളിക്കാനുള്ള പീരീഡാണ് ഡ്രില്ല് പീരീഡ്, ആ കളിക്കാനുള്ള പീരീഡ് മുഴുവൻ ലങ്കടി ഠാങ് ഖേലെ ഒറ്റക്കാലിൽ തൊങ്കി കളിച്ചു. ഇൻ ബച്ചോം കോ അപ്പനെ ചാരോം ഓർ ഖേൽത്തെ ദേഖുക, ഈ കുട്ടികൾ തനിക്ക് ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട്, ഗാന്ധിജി की मूर्ति ऐसी दिखाई पड़ती जैसे അവർ समय से कुछ अधिक मुस्कुरा रहे हो. തനിക്ക് ചുറ്റും കളിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഗാന്ധിജി പ്രതിമ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷവനായി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. ഗാന്ധിജിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ഈ കളികളും ചിരികളൊക്കെ ഗാന്ധി പ്രതിമ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗാന്ധി പ്രതിമയും സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്നാണ് എഴുത്തുകാരൻ്റെ വിവക്ഷ. അടുത്ത രവിവാർ കാ ദിൻ ഥ, ഞായറാഴ്ചയായിരുന്നു. സാഹിൽ അപ്പനെ ഘർമേം, സാഹിൽ തൻ്റെ വീട്ടിൽ നീം കെ പേടിക്ക് ഡാലി പകടുക്കർ, വേപ്പുമരത്തിൻ്റെ ചില്ല, ഡാലി മീൻസ് ബ്രാഞ്ച്, ചില്ല, പക്കട്ടുക്കർ പിടിച്ചിട്ട്, ചൂം രഹാഥ ഊഞ്ഞാലാടുകയായിരുന്നു, ചൂം രഹാഥ ആടുകയായിരുന്നു, ഊഞ്ഞാലാടുകയായിരുന്നു. വകയൊക്കെ സ്റ്റൂൾ പർ ചഠുക്കർ ചൂൽത്താത, അവനൊരു സ്റ്റൂളിന്മേൽ കയറിയിട്ട്, സ്റ്റൂൾ നമ്മൾക്ക് ഇരിക്കാനും എഴുന്നേറ്റ് നിൽക്കാനൊക്കെ കഴിയുന്ന ഒരു സ്റ്റൂള് അല്ലേ, ബെഞ്ച് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഉപകരണം, സ്റ്റൂൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളല്ലേ. സ്റ്റൂൾ പർ പക്കട്കർ ചട്ടുക്കർ, സ്റ്റൂളിന്മേൽ കയറിയിട്ട് അല്ലേ എന്ത് ചെയ്തായിരുന്നു? ചൂൽത്താത ആടുകയായിരുന്നു. അച്ചാനക് അങ്ങനെ പെട്ടെന്ന്, ടൂട്ടേ സ്റ്റൂൾ പൊട്ടിയ സ്റ്റൂളായിരുന്നു അത്. ആ പൊട്ടിയ സ്റ്റൂളിൻ്റെ ഏക്ക് കീൽ ഒരാണി, സാഹിൽ കി പിണ്ടലി മേം, സാഹിലിൻ്റെ മുട്ടിന് താഴെയുള്ള ഭാഗത്ത് അതാണ് പിണ്ടലി, പിണ്ടലി മേം ലഗ് ഗയി അല്ലേ തറച്ചു കയറി. ഏക്ക് ഇഞ്ച് ഗഹ്റ ഗഡ്ഡ ഹോഗയ, 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവുണ്ടായി. ഗഡ്ഡ ഹോഗയ വൂണ്ട്, ഗഡ്ഡ എന്ന് പറഞ്ഞാൽ മുറിവ് ഉണ്ടായി. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए जाया गया ले जाया गया. അവന് സർക്കാർ ആശുപത്രിയിൽ എന്താണ് ബാൻഡേജ് ഇടാൻ വേണ്ടിയിട്ട് അല്ലേ, മുറിവ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ലേ ജായ ഗയ കൊണ്ടുവന്നു. ഉസ്നെ ദേഖാക്കി അവിടെ ചെന്നപ്പോഴാണ് കണ്ടത്, ദോ ലോഗോം കോ ചോടുക്കർ, 2 ആളുകൾക്ക് മുമ്പിലായിട്ട്, 2 ആളുകൾക്ക് അതിന് മുമ്പിലായിട്ട് അല്ലേ, ദോ ലോഗോം കോ ചോടുക്കർ അല്ലേ, ദോ ലോഗോം കോ ചോടുക്കർ ആകെ മുമ്പിൽ ബേല ഖടി ഹെ, ബേല നിൽക്കുന്നുണ്ട്. 2 ആളുകൾക്ക് അതിനും 2 ആളുകൾക്ക് മുമ്പിലായിട്ട് ബേല നിൽക്കുന്നുണ്ട്. സിർമേം പട്ടി ബന്ധവാനേ ആയി ഹെ, അവൾ വന്നിരിക്കുന്നത് എന്താണ്? തലയിൽ ബാൻഡേജ് കെട്ടുന്നതിന് വേണ്ടിയിട്ട്. സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ और കക്ഷാ മേം കൈ ദിനോം തക്, സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും അതുപോലെ ക്ലാസ്സിലും
ദോ ഐസെ ബच्चे ദിഖായി ദേഖ് രഹേ. ഇതുപോലെ രണ്ട് കുട്ടികളെ കാണാൻ എപ്പോഴും കാണപ്പെട്ടു. എങ്ങനെയാണ് കാണപ്പെട്ടത്? ജിൻമേം സേ ഏക്കെ സിർ പർ പട്ടി ബന്ധി ഹോത്തി ഹെ. അതിലൊരാളുടെ തലയിൽ, അത് ആരുടെ ആയിരുന്നത് നമുക്കറിയാം. ആരുടെ തലയിലാണ് പട്ടി ബന്ധി ഹോത്തി ഹെ? ബേലയുടെ. സിർ പർ പട്ടി ബന്ധി ഹോത്തി ഔർ ഏക്ക് പിണ്ടലി മേം. ഒരാളുടെ മുട്ടിന് താഴെയുള്ള ഭാഗത്തും അല്ലേ ബാൻഡേജ് ഇട്ടിരുന്നു. അങ്ങനെ രണ്ടുപേരും ഈ ബാൻഡേജ് ഇട്ട് ക്ലാസ്സിലും സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴൊക്കെ കാണപ്പെട്ടു. സഫേദ് പട്ടി വാലേസെ दोनों कहीं पर भी साथ ही दिखाई देते അല്ലേ. ഈ വെളുത്ത പട്ടി വാലെ, വെളുത്ത ബാൻഡേജ് ധരിച്ച ഈ രണ്ട് കുട്ടികളും ദോനോ കഹീം പർ അവിടെ ഇവിടെയായിട്ട് സാഥി ഒന്നിച്ച് ദിഖായി ദേത്തെ കാണപ്പെട്ടു. അവരെവിടെയൊക്കെ പോകണമെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഒന്നിച്ചേ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ബാൻഡേജിൻ്റെ രണ്ടുപേരും അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് കാണാനായി. പാഞ്ച് കക്ഷ റിസൾട്ട് ആകയ. അങ്ങനെ 5ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു. 5ാം ക്ലാസ്സിൽ കക്ഷ എന്ന ക്ലാസ് റിസൾട്ട് ആകയ, റിസൾട്ട് വന്നു. ദോനോ ഛടീമേ ആകയെ. രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്ക് വന്നു. ഛടീമേ എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ്സിലേക്ക്, 6th വന്നു. ഏക് സ്കൂൾ 5വീം തക്ക് അല്ലേ, ഏക് സ്കൂൾ 5വീം തക്ക് ഹി ഥാ. ഈ സ്കൂള് 5ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5ാം ക്ലാസ് വരെ മാത്രം. തക്ക് ഹി എന്ന് പറഞ്ഞാൽ തന്നെ മാത്രം ആയിരുന്നു. സാഹിൽ അബ് തും കഹാ പഠോഗേ. സാഹിൽ നീ ഇപ്പോൾ എവിടെ പഠിക്കും? ബേലാനെ പൂച്ച. ബേല ചോദിച്ചു. അവർ തും കഹാ പഠോഗി ബേല. നീ എവിടെ പഠിക്കും ബേല? സാഹിലിനെ പൂച്ച. സാഹിലും ചോദിച്ചു, ബേലയും ചോദിച്ചു, സാഹിലും ചോദിച്ചു. മേരെ പാപ്പ കഹരകരേക്ക്. എൻ്റെ അപ്പം പറയുന്നത് മുച്ചേ രാജകീയ കന്യാ പാഠശാല മേ പഠായെങ്കിൽ അല്ലേ, എന്നെ ഗവൺമെൻറ് വിമൻസ് സ്കൂളിൽ, സർക്കാർ വിമൻസ് സ്കൂളിൽ അല്ലെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള സ്കൂളിൽ പാഠശാലാമേ പഠായെങ്കിൽ പഠിപ്പിക്കുമെന്ന്. അവർ തും നീയോ മുझे അഗലേ സാൽ അജ്മേർ ഭേജ്. അടുത്ത വർഷം എന്നെ അജ്മേറിലേക്ക് അയക്കും. വഹാം एक ഹോസ്റ്റൽ ഹേ. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഘർ സേ ദൂർ വഹാം അക്കേലാ രഹൂങ്ക. വീട്ടിൽ നിന്നും അകലെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിക്കും. ക്യോം സാഹിൽ. അതെന്താണ് സാഹിൽ? ബേല വിഷമത്തോടെയാണ് ചോദിക്കുന്നത്. ക്യോം സാഹിൽ, അതെന്താണ് സാഹിൽ? പതാ നഹിം ക്യോ. എന്താണെന്ന് എനിക്കറിയില്ല, കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പത്താ വിവരം അറിയില്ല. തോ യാനിക്ക് അബ് തും ഫുലേരാമേം ഹി നഹിം രഹോഗേ. അപ്പോൾ ഇനി നീ ഫുലേരായിൽ തന്നെ താമസിക്കില്ലല്ലേ? തോ യാനിക്ക്, യാനി മീൻസ് അതായത് നീ ഫുലേരയിൽ താമസിക്കില്ലല്ലേ? നഹിം ഇല്ല. തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാന. നിൻ്റെ റിപ്പോർട്ട് കാർഡൊന്ന് കാണിച്ചേ. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ. സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ബേല സാഹിൽക്ക, അതുപോലെ ബേല സാഹിലിൻ്റെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആജ് ആഖിരി ബാരി. ഇന്ന് അവസാന വട്ടം ആണ് ആഖിരി ബാരി, എന്നാൽ അവസാന വട്ടം. വേ ഏക് ദൂസരേക്ക് കോയി ചീസ് കോ ഛൂക്കർ ദേഖ് രഹേ थे. അല്ലേ, അവരെ പരസ്പരം അവരുടെ വസ്തുക്കൾ സ്പർശിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചീസ് കോ ഛൂക്കർ, ചൂര ടച്ച് ചെയ്യുക, സ്പർശിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തുമാരി ആംഖ്മേം ആംസു ക്യോം ആ രഹേ ഹേ ബേല. നിൻ്റെ കണ്ണിൽ നിന്നും എന്താണ് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? തുമാരി ആംഖോമേം ആംസു ക്യോം ആ രഹേ ഹേ ബേല എന്ന് ചോദിക്കുമ്പോൾ ആരായിരിക്കും? ഷാഹിദായിരിക്കും ചോദിക്കും. മുझे ക്യാ പതാ, എനിക്കറിയില്ല എന്താന്ന്. ബേലാനെ ഡബ്ഡബായി ആംഖോം സേ ഹസ്തേ ഹുയേ കഹ. ബേല ഡബ്ഡബായി ആംഖോം സേ, അല്ലേ, കണ്ണുനീർ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട്, അല്ലേ, ചിരിച്ചുകൊണ്ട്, അല്ലേ, പറഞ്ഞു. കണ്ണിൽ മുഴുവൻ കണ്ണുനീരായിരുന്നു. ഡബ്ഡബായി ആംഖോം സേ ഹസ്തേ ഹുയേ കഹ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. साहिल की आंखें
ബീർബഹൂട്ടിയോം കി തറഹ് ലാൽ ഹോനെ ലഗി थी. സാഹിലിൻ്റെ കണ്ണുകൾ ബീർബഹൂട്ടി, ആ മഴക്കാല കീടങ്ങൾ പോലെ ലാൽ ഹോനെ ലഗി थी, ചുവന്ന് അല്ലേ അത്യധികം ചുവപ്പ് നിറമായിക്കൊണ്ടിരുന്നു. അവർ ഉന്മേം ബാരിഷ് കി ബൂന്തോം സ പാനി ഭർ ഗയാ था. ആ കണ്ണുകളിൽ ബാരിഷ് കി ബൂന്തോം സ മഴത്തുള്ളികൾ പോലെ വെള്ളം ഭർ ഗയാ था നിറയുന്നുണ്ടായിരുന്നു. ബേല കഹ്നെ ലഗി, ബേല പറയാൻ തുടങ്ങി. മേ ചിടാവും അബ് തുമേം, ഞാൻ നിന്നെ ചുണ്ടി പിടിപ്പിക്കട്ടെ, ഞാൻ നിന്നെ കളിയാക്കട്ടെ. രോനി സൂരജ് സാഹിൽ, രോനി സൂരജ് സാഹിൽ, കരയുന്ന കുട്ടി. രോനി സൂരജ് സാഹിൽ, രോനി സൂരജ് സാഹിൽ, കരയുന്ന സാഹിൽ, കരയുന്ന സാഹിൽ എന്ന് നിന്നെ ഞാൻ രോനി എന്നെ കരയുന്ന അല്ലേ, രോനി സൂരജ് സാഹിൽ നിന്ന് ഞാൻ കളിയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതാണ് സൂരത്ത് എന്ന് പറഞ്ഞാൽ മുഖം, കരയുന്ന മുഖമുള്ള സാഹിൽ എന്നർത്ഥം. രോനി സൂരജ് സാഹിൽ, രോനി സൂരജ് സാഹിൽ. ബാരിഷേം ആനേമേം ഡേഡ് മഹീന ബാക്കി थे. മഴക്കാലം വരാനായിട്ട് ഇനി 1.5 മാസം ബാക്കിയായിരുന്നു. മഴക്കാലം വരാൻ 1.5 മാസം ഏകദേശം ബാക്കിയുണ്ടായിരുന്നു. ബാരിഷോം സെ പഹലേക്ക് ബാരിഷ് കാ ഏക് ദിൻ ഥ. അതാണ് ബാരിഷോം സെ പഹലെ. എന്താണ് പഹലെ എന്ന് പറഞ്ഞാൽ മുൻപ്, മഴയ്ക്ക് മുമ്പ് മഴയുള്ള ഒരു ദിവസമായിരുന്നു. മഴയ്ക്ക് മുമ്പ് സാധാരണ മഴ പെയ്യാറുണ്ട്, മഴക്കാലത്തിന് മുമ്പ് മഴ പെയ്യാറുണ്ട്. അപ്പോൾ മഴയ്ക്ക് മുമ്പുള്ള ഒരു മഴയുള്ള ദിവസമായിരുന്നു. ആസ്മാൻ മേം ഖടായേം ഖിരീതി, ആകാശത്ത് മേഘം വ്യാപിച്ചു കിടന്നു. ആകാശത്ത് മേഘങ്ങളൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. മേഘാവൃതമായിരുന്നു ആകാശം. ധൂൽ ഭരി തേസ് ഹവായും ചൽ രഹി തി, പൊടി നിറഞ്ഞ കാറ്റ് അതിവേഗത്തിൽ അടിച്ചുകൊണ്ടിരുന്നു. ആണ് ധൂൽ ഭരി, ധൂൽ എന്ന് പറഞ്ഞാൽ പൊടി നിറഞ്ഞത്, ഭരി എന്ന് പറഞ്ഞാൽ നിറഞ്ഞത്, തേസ് അതിവേഗത്തിൽ, ഹവായേം കാറ്റ്, ചൽ രഹീതി അടിക്കുന്നുണ്ടായിരുന്നു. പാനി ബർസ് രഹാഥ, മഴ പെയ്യുകയായിരുന്നു, മഴ പെയ്തു തുടങ്ങിയിരുന്നു എന്നർത്ഥം. ഫുലേര കസ്ബേക്ക് ബാദൽ ഛായി എക് ഗലിമേം, ഫുലേര എന്ന ചെറിയ പട്ടണത്തിൻ്റെ മേഘാവൃതമായ ഒരു തെരുവിൽ, ബാദൽ ഛായി മേഘാവൃതമായ ഗലീമേം ഒരു തെരുവിൽ, പാഞ്ച്വീം സേ ഛടീമേം ചലി ഗയി, 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് അല്ലേ ജയിച്ചു കയറിയ അല്ലേ, 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് എത്തിയ ഒരു കുട്ടി അല്ലേ. ചലി ഗയിയേക്ക് ലഡ്കി, അങ്ങനെ പോകുന്നൊരു കുട്ടി. ജാരഹിതി, ആ തെരുവിലൂടെ ഇങ്ങനെ 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് എത്തിയ ഒരു പെൺകുട്ടി ജാരഹിതി ആ തെരുവിലൂടെ നടക്കും. ഉസ്കെ ഭൂരേ ബാൽ, അവളുടെ തവിട്ട് നിറമുള്ള മുടി, ബീർബഹൂട്ടിയോം കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ थे, മഴക്കാല കീടങ്ങളുടെ നിറമുള്ള ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ദൂസരി ദിശാക്കോ ജാത്തി, അടുത്ത ദിശയിൽ നമ്മൾ കാണുന്നത് ആരെയാണ്? ദൂസരി ദിശാക്ക് ഗലീമേം, അടുത്ത ദിശയിലേക്ക്, എതിർദിശയിലേക്ക് ഒരു തെരുവിലേക്ക്. പാഞ്ചീം സെ ചടിയമേം ഗയാ ഏക്ക് 11 സാൽ കാ ലഡ്ക, 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് എത്തിയ 11 വയസ്സുകാരനായ ഒരു ആൺകുട്ടി. ജാരഹാഥ, ആദ്യം പോയത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ബേലയാണ്. അവർ മറ്റവരും എതിർദിശയിലേക്ക് പോവുകയാണ്. ഇസ്കി പിണ്ടലി മേം ബീർബഹൂട്ടി കെ രംഗ് കാ സാ ഏക്ക് 1 ഇഞ്ച് ലംബ ഛോട്ട്ക നിശാൻ ഥ, അവൻ്റെ മുട്ടിന് താഴെയുള്ള ഭാഗത്ത് 1 ഇഞ്ച് അല്ലേ ആഴത്തിലുള്ള ഒരു മുറിവിൻ്റെ അടയാളമുണ്ടായിരുന്നു. രീതിയിലുള്ള ഒരു മുറിവിൻ്റെ അടയാളമുണ്ടായിരുന്നു. ഇതുവരുടെ വിട പറയലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? ഇനി ഇത് പലവട്ടം നിങ്ങൾ വായിക്കണം. ഇനി ഇതിനകത്ത് ചില കാര്യങ്ങളാണ്, ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്. ഇത് മിലാൻ കരയും എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി അപ്പം ഇങ്ങോട്ടും യോജിപ്പിക്കണം, മാച്ച് ചെയ്യണം എന്ന് പറയില്ല നമ്മൾ. അതാണ് മിലാൻ കർണ എന്ന് പറഞ്ഞാൽ. സാഹിൽ കി ആംഖയും, ഇടതുവശത്ത് കൊടുത്തിട്ട് സാഹിൽ കി ആംഖയും, വലതുവശത്ത് അത് ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. ചൽത്തി ബീർബഹൂട്ടിയാം, അതുപോലെ തന്നെ അത്
വലതുവശത്ത് എന്തായിരിക്കും? സാഹിൽ കെ ആംസു, സാഹിൽ കി ചോട്ട്. ഇത് നമ്മൾ വലതുവശത്ത് കാണുന്നതിനുമായിട്ട് ഏതാ കറക്റ്റായിട്ടുള്ള യോജിക്കുന്ന തരത്തിലുള്ള നമ്മൾ മാച്ച് ചെയ്യണം. സാഹിൽ കി ആംഖ്, സാഹിലിൻ്റെ കണ്ണുകൾ എങ്ങനെയായിരുന്നു? മഴക്കാല കീടങ്ങളെപ്പോലെ ചുവന്നിരുന്നു. അതാണ് ഇവിടെ എടുക്കേണ്ടത്. ബീർബഹൂട്ടി കി തരഹ് ലാൽ എന്നാണ് ആൻസർ. ബീർബഹൂട്ടി മഴക്കാല കീടങ്ങളെപ്പോലെ ചുവന്നിരുന്നു. ചൽത്തി ബീർബഹൂട്ടിയ അല്ലേ, നിലത്തൂടെ ഇഴഞ്ഞു പോകുന്ന ഈ മഴക്കാല കീടങ്ങളെ എന്തായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്? ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ അല്ലേ, ഇങ്ങനെ നടന്നു പോകുന്ന ചുറ്റിക്കറങ്ങുന്ന രക്തത്തുള്ളികൾ, വളരെ മനോഹരമായ രക്തത്തുള്ളികളായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ, ഇതാണ് പ്യാരി പ്യാരി ബൂന്തേ, മനോഹരമായ രക്തത്തുള്ളികളായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. സാഹിൽ കെ ആംസു, സാഹിലിൻ്റെ കണ്ണുനീര് എന്തായിട്ട് കമ്പയർ ചെയ്യുന്നത്? ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ബീർബഹൂട്ടി കാ ബീർബഹൂട്ടി സാഹിൽ കി ആംസു എന്താണ്? ബാരിഷ് കി ബൂന്തേം, ബാരിഷ് കി ബൂന്തേം, അതായത് എന്താണ്? മഴത്തുള്ളികളിലാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. സാഹിൽ കി ചോട്ട്, സാഹിലിൻ്റെ മുറിവ് എന്തായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്? എന്തായിട്ട് കമ്പയർ ചെയ്യുന്നത്? സാഹിൽ കി ചോട്ട് ബീർബഹൂട്ടി കാ രംഗ്, ബീർബഹൂട്ടിയുടെ നിറമായിരുന്നു. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യും. ഇനി ഇത് അല്ലേ, പ്രത്യേക കി തുലന കിസ്കെ സാത്ത് കി ഗയി ഹേ ലിഖേ, ഓരോന്നും എന്തുമായിട്ട് താരതമ്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. ഓരോന്നും എന്തുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയണം. ആദ്യം പറയുന്നത് സാഹിൽ കി ആംഖേം എന്തായിട്ടാണ്? സാഹിൽ കി ആംഖോം കി തുലന ബീർബഹൂട്ടി സേ കി ഗയി ഹേ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചൽത്തി ബീർബഹൂട്ടിയോം, ചൽത്തി ബീർബഹൂട്ടിയോം की तुलना चलती फिरती खून की प्यारी प्यारी बूंदों से की गई है എന്ന് പറയണം. സാഹിൽ കെ ആംസു, സാഹിലിൻ്റെ കണ്ണുനീര് എങ്ങനെയാണ്? की तुलना बारिश की बूंदों से की गई है അല്ലേ, മഴത്തുള്ളികളുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. സാഹിൽ കി ചോട്ടോ, സാഹിൽ കി ചോട്ട് की तुलना ബീർബഹൂട്ടി കെ രംഗ് സേ കി ഗയി ഹേ എന്നാണ് പറയേണ്ടത്. മനസ്സിലായ? ഇതാണ് നമുക്ക് ഇതിനകത്ത് ആ ഭാഗത്ത് വിട്ടുപോയ ഭാഗങ്ങളിൽ എഴുതേണ്ടത്. മനസ്സിലായോ? അടുത്ത ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് കഹാനി കി ഘട്നാവുക്കോ സൂചിബദ്ധ കരെ, ക്രമാനുഗതമായിട്ട് നമ്മൾ എഴുതണം. കഥയിലെ സംഭവങ്ങളെ നമ്മൾ പട്ടികപ്പെടുത്തി എഴുതണം. മനസ്സിലായ? ഇത് പറയുന്നത് ഗീലി സെമീൻ പർ ബേലാവർ സാഹിൽ കാ ബീർബഹൂട്ടിയോം കോ ഖോജന. ആദ്യം കണ്ടത് നമ്മൾ അല്ലേ, നനഞ്ഞ മണ്ണിൽ വയലോരങ്ങളിലൊക്കെ ബേലയും സാഹിലും മഴക്കാല കീടങ്ങളെ അന്വേഷിക്കുന്നു. പെൻമേ സ്യാഹി ഭർണ, അതിനുശേഷം പേനയിൽ മഷി നിറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ, മഷി നിറയ്ക്കാൻ പോകുന്നു അല്ലേ. ഇനി അടുത്തെന്താണ്? സ്കൂളിൽ ബെല്ലടിച്ചു അല്ലേ, ബെല്ലടിച്ചിട്ട് അവർ ക്ലാസ്സിൽ പോയി ഒന്നിച്ചാണ് അവർ ഇരിക്കുന്നത് അല്ലേ, അവർ ഒന്നിച്ചാണ് ക്ലാസ്സിലിരിക്കുന്നത്. മനസ്സിലായ? ക്ലാസ്മേറ്റ് കക്ഷാമേം ദോനോം അല്ലേ, ദോനോം കാ പാസ് പാസ് ബൈഠന അവർ പഠന, ഇരുന്ന് പഠിക്കുന്നു അല്ലേ. ഇനി